അഭിമാനത്തോടെയും സന്തോഷത്തോടെയും ദൈവനിയോഗത്തിന് കാലം സാക്ഷ്യം വഹിച്ച ഒരു നിമിഷത്തിന് അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം നൽകുവാൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും ഈ ഒരു ഉച്ച സമയത്ത് ഈ വെണ്ണിക്കുളത്തിന്റെ മണ്ണിൽ ഒന്നിച്ചു കൂടിയിരിക്കുക. മലങ്കരയുടെ പുണ്യപിതാവ് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി മുണ്ടൻല വിട്ട് കത്തോലിക്ക തിരുസഭയിലേക്ക് പുനരയിക്കപ്പെടുന്നതിന് മുൻപായി അഭിയന്ന പിതാവിന്റെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ അഭിയന്ന പിതാവ് പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ആദ്യ ചിന്തകൾ, പ്രത്യേകിച്ച് അതിലേക്കുള്ളത് ഏറ്റവും അടുത്ത ഒരുക്കത്തിന് കർമ്മവേദിയായ ഒരു മണ്ണ് വെണ്ണിക്കുളം കേന്ദ്രീകരിച്ച് ബഥനി ആശ്രമത്തിന്റെ ആദ്യ ആശ്രമം സ്ഥാപിച്ചുകൊണ്ട് മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന് ബീജാവാപം ഉടലെടുത്ത ഒരു മണ്ണിൽ അനുഗ്രഹീതമായ പുനരൈക്യത്തിന്റെ വെള്ളത്തൊട്ടിലായ വെണ്ണിക്കുളത്തിന്റെ മണ്ണിലാണ് നാം ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടും രണ്ട് ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ച ഒരു പ്രിയപ്പെട്ട മണ്ണിൽ മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ ശതാബ്ദിയുടെ ഒരുക്കമായി നടത്തുന്നതായ കഴിഞ്ഞ 2 വർഷക്കാലമായി, പ്രത്യേകിച്ച് ആദ്യ വർഷം വചനവർഷമായും രണ്ടാമത്തെ വർഷമായ 2025 സെപ്റ്റംബർ മാസം 20 മുതൽ 2026 സെപ്റ്റംബർ മാസം 19 വരെ സഭയുടെ ആരാധനാക്രമത്തിന്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കുന്നതിനും ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമായ ഒരു ആധ്യാത്മിക ജീവിത ശൈലി സഭയിലെ മക്കൾ എല്ലാവരും വളർത്തിയെടുക്കണമെന്നുള്ള പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുനകദോസിന്റെ നിർദ്ദേശപ്രകാരം സഭ ആഹ്വാനം ചെയ്ത ആരാധനാ ക്രമവർഷത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ പുനരൈക്യ പ്രസ്ഥാനത്തിന് ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനിയോട് ചേർന്ന് വലിയ നേതൃത്വം നൽകിയ വെണ്ണിക്കുളത്തിന്റെ മണ്ണിൽ ആരാധനാ ക്രമവർഷം, പ്രത്യേകിച്ച് പുനരൈക്യ ശതാബ്ദിക്കൊരുക്കമായി നടത്തുന്ന ഈ ആരാധനാ ക്രമവർഷത്തിൽ നമ്മുടെ സഭയിൽ ഇതംപ്രദമായി വളരെ അഭിമാനത്തോടുകൂടി ഈ ആരാധനാ ക്രമവർഷത്തിൽ തന്നെ ഒരു ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ, ആരാധനാക്രമത്തെ കൂടുതൽ മനസ്സിലാക്കുന്നതിനും ആരാധനാക്രമത്തിന്റെ ശ്രേഷ്ഠതയും അന്ത്യോക്യൻ ആരാധനാക്രമത്തിന്റെ മഹത്വവും കൂടുതൽ അടുത്തറിയുന്ന ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുവാൻ MCYM വെണ്ണിക്കുളം മേഖലാ സമിതി വലിയ ദിശാബോധത്തോടുകൂടി പുനരൈക്യ ശതാബ്ദിക്കൊരുക്കമായി ആരാധനാക്രമവർഷത്തിൽ ഒരു ആരാധനാക്രമ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നു എന്നുള്ളത് ദൈവനിയോഗമല്ലാതെ മറ്റെന്താണ്? പ്രിയപ്പെട്ട രണ്ടാമതായി മറ്റൊരു പ്രധാനപ്പെട്ടതായ കാര്യം, മലങ്കര സഭയുടെ യുവജന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഒരു മണ്ണിലാണ് നാം ആയിരിക്കുക. 1962 മുതൽ 65 വരെ ആഗോള കത്തോലിക്ക സഭയുടെ ചലനത്തെ തന്നെ മാറ്റിമറിച്ച, ആഗോള കത്തോലിക്ക സഭയുടെ ദിശാബോധത്തിൽ തന്നെ വലിയ വ്യത്യാസം വരുത്തിയ, വാതായനങ്ങൾ തുറക്കപ്പെട്ട 2ാം വത്തിക്കാൻ സുനകദോസിന്റെ പരിണിത ഫലമായി കേരള കത്തോലിക്ക സഭയിൽ ആദ്യമായി ഒരു യുവജന പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വെണ്ണിക്കുളത്തിന്റെ മണ്ണിൽ 1968 ഫെബ്രുവരി മാസം 28-ാം തീയതി തിരുവല്ലാധിപതിരാസനത്തിന്റെ 3ാമത്തെ മെത്രാപ്പൊലിത്തയായിരുന്ന അഭിയന്യ സക്കറിയാസ് മാർ അത്തനാസിയോസ് തിരുമേനിയുടെ അനുഗ്രഹാശീർവാദത്തോടുകൂടി വെണ്ണിക്കുളത്ത് ആരംഭിച്ച KCYO, കേരള കാത്തലിക് യൂത്ത് ഓർഗനൈസേഷൻ എന്നുള്ളതായ ആ ഒരു യുവജന സംഘടന പിന്നീട് MCYM എന്നുള്ളതായ ഇന്നത്തെ ഒരു ക്രമീകരണത്തിലേക്ക് വളർന്നു എന്നുള്ളത് ചരിത്രം തന്നെ സാക്ഷ്യം നൽകുന്ന കാര്യം തന്നെയാണ്. ശവലിയാർ, നമ്മളിൽ നിന്നും ദിവംഗതനായ ശവലിയാർ വർഗീസ് കരിപ്പായിൽ സാറിന്റെയും വെണ്ണിക്കുളത്തിന്റെ തന്നെ അഭിമാനമായ കളക്കുടിയിൽ തമ്പാൻ സാറിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആദ്യത്തെ ഭരണസമിതി അംഗങ്ങളെ രൂപീകരിച്ച് വെണ്ണിക്കുളത്ത് നിന്നും ആരംഭിച്ചതായ ഒരു യുവജന പ്രസ്ഥാനം ഇന്ന് മലങ്കര സഭയ്ക്ക് മുഴുവൻ ഊർജമായി, ശക്തിയായി 12 ഭദ്രാസനങ്ങളിലും അത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മണ്ണിലാണ് ഈ ആരാധന ക്രമവർഷത്തിന്റെ ഒരു ഭാഗമായി നടത്തുന്ന ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുന്നത്. തീർച്ചയായും ധന്യൻ മാർ ഇവാനിയോസ് തിരുമേനി ഉൾപ്പെടെയുള്ള നമ്മുടെ മഹാരഥന്മാർ സ്വർഗത്തിലിരുന്ന് സന്തോഷിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. കാരണം പുനരൈക്യത്തിന് തുടക്കം കുറിച്ച മണ്ണിൽ, MCYM പോലുള്ളതായ യുവജന പ്രസ്ഥാനത്തിൽ തുടക്കം കുറിച്ചതായ മണ്ണിൽ പുനരൈക്യ ശതാബ്ദിക്കൊരുക്കമായി നാം ഒരു ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നത് എന്തുകൊണ്ടും അർത്ഥവത്തും സഭ മുഴുവനും ശ്രദ്ധയോടെ, അതീവ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുന്നതായ ഒരു ക്വിസ് മാമാങ്കമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും പ്രധാനമായി ഈ ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ നമ്മൾ നടത്തുന്നത് മലങ്കര സഭയുടെ ആരാധനാക്രമം, പാശ്ചാത്യ സുറിയാനി അന്ത്യോക്യൻ ആരാധനാക്രമത്തെ അഭംഗുരം കാത്തു സൂക്ഷിച്ച തിരുവല്ല അധിപതിരാസനത്തിന്റെ ശ്രേഷ്ഠമായ പൗരോഹിത്യ ശുശ്രൂഷ നിർവഹിച്ച് സ്വർഗസന്നിധിയിൽ നിന്ന് സ്വർഗപ്രവേശനത്തിന്റെ 6ാമത്തെ വർഷം ആചരിക്കുന്ന വന്യദിവ്യശ്രീ
മാത്യു കരിമ്പിൽ കൊറബിസ്കോപ്പ അച്ഛന്റെ സ്മരണാർത്ഥമാണ് ഈ ലിറ്റർജിക്കൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തുന്നതും എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. പ്രിയപ്പെട്ട പൊട്ടുകുളത്തച്ഛനോട് ഞാൻ ചോദിച്ചു, ഇന്ന് കരിമ്പിലച്ഛന്റെ സ്വർഗപ്രവേശനത്തിന്റെ 6ാമത്തെ വർഷമാണ്. പ്രിയപ്പെട്ട ജോളിയച്ഛൻ രാവിലെ ഇന്ന് പ്രഭാതത്തിൽ അച്ഛന്മാരുടെ ഗ്രൂപ്പിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അച്ഛന്റെ ഫോട്ടോ ഇട്ടതുമൊക്കെ അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു, തീർച്ചയായിട്ടും പൊട്ടുകുളത്തിലച്ഛൻ ഡിസംബർ മാസം 7-ാം തീയതി അച്ഛന്റെ ആ ഒരു ദേഹവിയോഗത്തിന്റെ ദിവസം തന്നെ അതോർത്ത് ക്രമീകരിച്ചതാണോ എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒരിക്കലുമല്ല, അറിയാതെ ആ ദിവസം അച്ഛന്റെ പ്രത്യേകിച്ച് ജോളിയച്ഛന്റെ അവൈലബിലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നോക്കിയപ്പോൾ ഈ ദിവസത്തിലേക്ക് എത്തിച്ചേർന്നതാണ്. പ്രിയപ്പെട്ടവർ, എന്തുകൊണ്ടും എത്രമാത്രം ദൈവം നടത്തി, ദൈവത്തിന്റെ നടത്തിപ്പ് ഈ ഒരു മത്സരത്തിന്റെ പിറകിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, മലങ്കര സഭയ്ക്ക് പ്രത്യേകിച്ച് തിരുവല്ല ആധിപത്യരാസനത്തിൽ 40 വർഷക്കാലം സുറിയാനി ഭാഷയും പാശ്ചാത്യ സുറിയാനി അന്ത്യോക്യൻ ആരാധനക്രമത്തെക്കുറിച്ചും ആരാധനക്രമത്തെ അഭംഗുരം കാത്തു സൂക്ഷിക്കുവാനും അതിനെ കേടുകൂടാതെ പുത്തൻ തലമുറയിലേക്ക് കൈമാറുവാനും അക്ഷീണം പ്രയത്നിച്ച ഒരു വന്യ വൈദികന്റെ ഓർമ്മ ദിവസത്തിലാണ്, അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ ക്വിസ് കോമ്പറ്റീഷൻ ഇവിടെ നടത്തപ്പെടുക. 1933 നവംബർ മാസം 13-ാം തീയതി മലങ്കര സഭയ്ക്ക് 3 പിതാക്കന്മാരെ സംഭാവന ചെയ്ത, സ്വർഗം നൽകിയ കടമാങ്കുളം കല്ലൂപ്പാറ പ്രദേശത്ത് കരിമ്പിൽ മാത്തന്റെയും മറിയാമ്മയുടെയും 6 മക്കളിൽ 4ാമത്തെ മകനായി, അല്ലെങ്കിൽ ആൺകുട്ടികളിൽ ഏറ്റവും ആദ്യത്തെ മകനായി 1933 നവംബർ മാസം 13-ാം തീയതി നാം ഇന്ന് ആരുടെ സ്മരണാർത്ഥം ഈ ക്വിസ് കോമ്പറ്റീഷൻ നടത്തപ്പെടുന്നുവോ ആ വന്യ മാത്യു കരിമ്പിൽ കോർബിസ്കോപ്പ ഈ ഭൂമിയിൽ ഭൂജാതനായി. കല്ലൂപ്പാറ ഓർത്തഡോക്സ് മർത്തമറിയാം ഇടവക ദേവാലയത്തിൽ മാമോദീസ സ്വീകരിച്ചുകൊണ്ട് തന്റെ വിശ്വാസ ജീവിതം മാത്യു ആരംഭിച്ചു. ഞാൻ പറഞ്ഞതുപോലെ 6 സഹോദരങ്ങളിലെ 4ാമത്തെ മകൻ, അല്ലെങ്കിൽ ആൺകുട്ടികളിലെ ഏറ്റവും ആദ്യത്തെ മകൻ. ഒന്നാമതായിട്ട് മറിയാമ്മ എന്നുള്ളതായ മൂത്ത സഹോദരി, 2ാമത് ഏലിയാമ്മ, 3ാമത് ചിന്നമ്മ എന്ന തന്റെ സഹോദരിയെ വിവാഹം കഴിച്ചത് റാന്നി വരവൂരുള്ള മേനായത്തിൽ കുടുംബത്തിലേക്കാണ് ചിന്നമ്മയെ വിവാഹം കഴിച്ചയച്ചത്. മേനായത്തിൽ കുടുംബത്തിൽ ചിന്നമ്മയുടെ ആ ദാമ്പത്യ ജീവിതത്തിൽ ദൈവം നൽകിയതായ മകനാണ് ഇന്ന് റാന്നി മേഖലയുടെ വികാരിയായി ശുശ്രൂഷ ചെയ്യുന്ന ഇടമുറി ദേവാലയത്തിൽ വൈദിക ശുശ്രൂഷ നിർവഹിക്കുന്ന നമ്മുടെ അതിരൂപതാംഗം വന്യനായ മാത്യു തടത്തിലച്ഛൻ ഈ ചിന്നമ്മയുടെ മകനാണ്. അതായത് കരിമ്പിൽ കോർബിസ്കോപ്പ അച്ഛന്റെ സഹോദരിയുടെ മകൻ ഇന്ന് ഈ അതിരൂപതയിൽ ശുശ്രൂഷ ചെയ്യുന്നു. 4ാമത്തെ സഹോദരി റേച്ചൽ. 5ാമതായി ഏറ്റവും ഇളയ സഹോദരൻ ഫിലിപ്പ് എന്നറിയപ്പെടുന്ന കൊച്ചുകുഞ്ഞ്, ഫിലിപ്പ് എന്നറിയപ്പെടുന്ന അച്ഛന്റെ ഏറ്റവും ഇളയ സഹോദരൻ. ആ സഹോദരന്റെ മകൻ ഇന്ന് നമ്മുടെ മുൻപാകെ ആയിരുന്നുകൊണ്ട് മലങ്കര സഭയ്ക്ക് വളരെ ശക്തമായ ദീർഘകാലമായി ദൈവശാസ്ത്രത്തിൽ സഭയുടെ വൈദിക പരിശീലനത്തിന് വലിയ നേതൃത്വം നൽകുന്ന, ഇന്ന് ഈ ക്വിസ് കോമ്പറ്റീഷന്റെ മാസ്റ്ററായിട്ട് നമ്മളെയൊക്കെ ഞെട്ടിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒന്നിനായ ജോളി കരിമ്പിലച്ഛൻ അച്ഛന്റെ ഇളയ സഹോദരന്റെ മകനാണ് എന്നുള്ളതും ഒരു ദൈവനിയോഗവും തമ്പുരാൻ ഒരുക്കിയതായ ഒരു ക്രമീകരണമാണ് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. 930